ഉണ്ണി ബാലകൃഷ്ണൻ ഇപ്പോൾ ഏഷ്യാനെറ്റിനെയും അതിൻ്റെ ഉടമസ്ഥനായ രാജീവ് ചന്ദ്രശേഖരൻ ചതിച്ചു എന്ന് പറഞ്ഞല്ലോ. ഉണ്ണി ബാലകൃഷ്ണൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ആ പോസ്റ്റ് ഞാൻ വായിക്കാം. ഇപ്പോൾ ഏഷ്യാനെറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദവിയിലൊക്കെയാണ് അല്ലേ, റിപ്പോർട്ടറിൽ നിന്ന് 4 ലക്ഷം രൂപ ശമ്പളം കൊടുത്ത് ഏഷ്യാനെറ്റിലേക്ക് കൊണ്ടുവന്നു. ഏഷ്യാനെറ്റിനെ ഒന്ന് മിനുക്കുന്ന ഒരു പ്രക്രിയ രാജീവ് ചന്ദ്രശേഖറിൻ്റെ ടീം ആരംഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കുപ്രസിദ്ധനായ മോദി വിരുദ്ധനും കുപ്രസിദ്ധനായ BJP വിരുദ്ധനുമാണ് ഉണ്ണി ബാലകൃഷ്ണൻ. ഉണ്ണി ബാലകൃഷ്ണനെ അതുകൊണ്ട് എന്ത് കണ്ടിട്ടാണ് ഏഷ്യാനെറ്റിലേക്ക് കൊണ്ടുവന്നതെന്ന് എനിക്കറിയില്ല. ഏതായാലും ഏഷ്യാനെറ്റിലേക്ക് കൊണ്ടുവന്നു. 4 ലക്ഷം രൂപ ശമ്പളവും കൊടുത്ത് ഇപ്പോൾ അവിടെ ഇരുത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ പാവയ്ക്ക എത്ര കാലം പാലിലിട്ട് വെച്ചാലും കയ്പ് മാറില്ല എന്ന് വിഖ്യാതമായ ഒരു ചൊല്ലുണ്ട്. എന്ന് പറയുന്നത് പോലെ ഏഷ്യാനെറ്റിൽ വന്ന ഉണ്ണി ബാലകൃഷ്ണൻ രാജീവ് ചന്ദ്രശേഖറിനെ വീണ്ടും പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നു എന്ന് പറയാതെ തരമില്ല. നമ്മളിത് പറയുമ്പോൾ രാജീവ് ചന്ദ്രശേഖർ BJPയുടെ അധ്യക്ഷനാണ്. അദ്ദേഹത്തോട് നമുക്ക് വലിയ സ്നേഹമാണ്. ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖനായ ഒരു ടെക്നോക്രാറ്റ് എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ കഴിവുകൾ, അദ്ദേഹത്തിൻ്റെ വിഷൻ ഒക്കെ കേരള BJPയെ ഒരു വലിയ ദിശാബോധത്തോടെ മുന്നോട്ട് നയിച്ച് വലിയ വിജയങ്ങളിലേക്ക് എത്തിക്കാൻ കഴിവുള്ള പ്രതിഭാശാലിയായ പ്രസൻറ്റബിളായ നേതാവാണ് രാജീവ് ചന്ദ്രശേഖർ. പക്ഷേ അദ്ദേഹത്തെ വല്ലാതെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ജൂപ്പിറ്റർ അല്ലേ, അതെ, മീഡിയ എന്ന ഹോൾഡിങ്സിൻ്റെ ഭാഗമായിട്ടുള്ള ഏഷ്യാനെറ്റ് എടുത്തിട്ടുള്ള നിലപാടുകൾ. ഏറ്റവും അവസാനം നമ്മളൊക്കെ അദ്ദേഹത്തെ ആക്രമിക്കേണ്ടി വന്നിട്ടുണ്ട്. നമുക്കൊന്നും ഇഷ്ടമുണ്ടായിട്ട് ചെയ്തതല്ല. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥാപനം എന്ന തരത്തിൽ അറിയപ്പെടുന്ന ഏഷ്യാനെറ്റ് എടുക്കുന്ന നിലപാട് അദ്ദേഹത്തെ പോലും പരാജയപ്പെടുന്ന തരത്തിലാണ് അവർ നിലപാടെടുത്തത്. അതുകൊണ്ട് അദ്ദേഹത്തോടുള്ള സ്നേഹം കൊണ്ടാണ് നമ്മൾ പ്രതികരിച്ചത്. ഇപ്പം നോക്കൂ, അദ്ദേഹം അറിഞ്ഞോ അറിയാതെയോ വന്ന ഈ ഉണ്ണി ബാലകൃഷ്ണൻ ഇപ്പോൾ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നു. ആ പോസ്റ്റ് ഞാൻ അതുപടി വായിക്കാം. ഇന്ത്യൻ ജനാധിപത്യം അട്ടിമറിക്കപ്പെട്ട ഒരു പതിറ്റാണ്ട് കാലം, അതായത് മോദി ഭരിക്കുന്ന 11 വർഷം കഴിഞ്ഞ് 12ാം വർഷത്തിലേക്കാണല്ലോ, അതാണ് ഒരു പതിറ്റാണ്ട്. ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങളെ മതാന്ധത കൊണ്ട് മാറ്റി തീർക്കുകയും ഭരണഘടനാ സ്ഥാപനങ്ങളെ ഏകപക്ഷീയമായി ചൊൽപ്പടിയിലാക്കുകയും ചെയ്യുന്ന മോദിസം 11ാം വർഷത്തിലേക്ക്. എന്തൊക്കെയാണ്? ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങളെ മതാന്ധത കൊണ്ട് മാറ്റിമറിച്ചു. അതായത് ആർട്ടിക്കിൾ 370 ഒക്കെ എടുത്ത് കളഞ്ഞതിനെക്കുറിച്ചാണ് അയാൾ മതാന്ധത എന്ന് പറയുന്നത്. കാശ്മീർ ഇന്ത്യയുടെ ഭാഗമാണെന്ന് നമ്മൾ പ്രഖ്യാപിച്ചു. കാശ്മീർ സുഡാപ്പികൾക്ക് കൊടുക്കേണ്ടതാണല്ലോ, മുസ്ലിമുകൾക്ക് കൊടുക്കേണ്ടതാണ് കാശ്മീർ. പിന്നെ CAA, കാരണം പാകിസ്ഥാനിലുള്ള ബംഗ്ലാദേശിലുള്ള ആളുകൾക്ക് മുഴുവൻ, മുസ്ലിങ്ങൾക്ക് മുഴുവൻ പൗരത്വം കൊടുക്കേണ്ടതാണ്. അത് കൊടുക്കാതെ അവിടെ മുസ്ലിങ്ങൾ ഇങ്ങനെ കൊന്നു രസിച്ചുകൊണ്ടിരിക്കുന്ന പാവപ്പെട്ട ഹിന്ദുക്കൾക്കും സിഖുകാർക്കും ബുദ്ധമതക്കാർക്കും ക്രിസ്ത്യാനിക്കും മാത്രം പൗരത്വം കൊടുക്കുന്ന മഹാക്രൂരതയാണ്. അതും മതാന്ധതയാണ്. പിന്നെ ഭരണഘടനാ സ്ഥാപനങ്ങളെ ഏകപക്ഷീയമായി ചൊൽപ്പടിയിലാക്കുകയും ചെയ്യുന്ന മോദിസം എന്ന് പറഞ്ഞാൽ മോദി സർക്കാർ BJP 11ാം വർഷത്തിലേക്ക് നീങ്ങുകയാണ്. നമ്മുടെ രാജ്യം ചുവട് വയ്ക്കുന്നത് ഫാസിസത്തിലേക്കോ. മോദി സർക്കാർ ഫാസിസ്റ്റ് അല്ലെന്ന് CPM പോലും പറഞ്ഞു കഴിഞ്ഞു. ഇത്രയും എഴുതിയിട്ട് ഉണ്ണി ബാലകൃഷ്ണൻ പറയുകയാണ്, ദേശാഭിമാനി വാരികയിൽ ഒരു ലേഖന പരമ്പര തുടങ്ങുന്നു ഈ ലക്കം മുതൽ. അതായത് ഏഷ്യാനെറ്റിൽ രാജീവ് ചന്ദ്രശേഖറിൻ്റെ സ്ഥാപനത്തിൽ 4 ലക്ഷം രൂപയ്ക്ക് ശമ്പളം കിട്ടിയിരിക്കുന്ന ഇയാൾ അദ്ദേഹത്തെ BJPയുടെ അധ്യക്ഷനായ അദ്ദേഹത്തെ പോലും തള്ളിപ്പറയുകയാണ് അല്ലേ. കാരണം അദ്ദേഹം BJPയുടെ അധ്യക്ഷനാണ്, കേന്ദ്രമന്ത്രിയായിരുന്ന ആളാണ്. അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടിയാണ് ഈ രാജ്യം ഭരിക്കുന്നത്. ആ രാജ്യം ഭരിക്കുന്ന പാർട്ടി രാജീവ് ചന്ദ്രശേഖർ ഫാസിസ്റ്റാണ്, മതാന്ധത നിറഞ്ഞ പാർട്ടിയാണ് എന്നൊക്കെയാണ് ഉണ്ണി ബാലകൃഷ്ണൻ എഴുതുന്നത്. അപ്പോൾ നോക്കൂ, കുംഭമേളയ്ക്കെതിരെ ജനവിരുദ്ധമായ ഹിന്ദു വിരുദ്ധമായ പരാമർശങ്ങൾ നടത്തി വലിയ പ്രഹരമേറ്റ് രാജീവ് ചന്ദ്രശേഖറിന് RCക്ക് ഖേദം പ്രകടിപ്പിക്കേണ്ടി വന്നു. അത് സിന്ധു സൂര്യകുമാർ ഉണ്ടാക്കിയതാണ്. അതുപോലെ മോദി സർക്കാരിൻ്റെ 11ാം വർഷത്തിൽ ഏറ്റവും വലിയ മതാന്ധത നിറഞ്ഞ ഫാസിസ്റ്റായ ഭരണഘടനാ മൂല്യങ്ങളെ അട്ടിമറിക്കുന്ന പാർട്ടിയും സർക്കാരുമാണ് എന്ന് പറയുമ്പോൾ ഉണ്ണി ബാലകൃഷ്ണൻ മനഃപൂർവ്വം രാജീവ് ചന്ദ്രശേഖറിനെ കുഴപ്പത്തിലാക്കാൻ ശ്രമിക്കുകയാണ്. രാജീവ് ചന്ദ്രശേഖർ കേരളത്തിലെ BJPയുടെ അധ്യക്ഷനായത് ഒട്ടും ഇഷ്ടപ്പെടാത്ത ഒരാളാണ് ഉണ്ണി ബാലകൃഷ്ണൻ എന്ന് ഒരു തർക്കവുമില്ല. ഇതാണ് ഇതിൻ്റെ ഒരു അവസ്ഥ. ഇപ്പോൾ ഏഷ്യാനെറ്റ് ഒരുപാട് മാറിയിട്ടുണ്ട് കേട്ടോ. കാരണം ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഇത് മുർഷിദാബാദിൽ, കൊൽക്കത്തയിൽ അല്ലേ, പശ്ചിമ ബംഗാളിൽ ഹിന്ദുക്കൾക്ക് നേരെ വഖഫ് നിയമത്തിൻ്റെ ചുവട് പിടിച്ച് വലിയ തോതിലുള്ള ആക്രമണവും ഹിന്ദുക്കളുടെ വീട് കൊള്ളയടിക്കലും തീവക്കലും കൊലപാതകങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ മലയാളത്തിൽ ആർജവത്തോടെ നിർഭയമായ അതിൻ്റെയൊക്കെ വിഷ്വൽസ് കാണിക്കാൻ തയ്യാറായ ഏക ചാനൽ ഏഷ്യാനെറ്റായിരുന്നു. ഏഷ്യാനെറ്റ് കാലങ്ങളായി എടുത്തുകൊണ്ടിരുന്ന ഈ ഇസ്ലാമിസ്റ്റുകളുടെ ചെരുപ്പ് നക്കുന്ന സ്വഭാവത്തിൽ നിന്നും മാറി കുറച്ചെങ്കിലും സത്യസന്ധമായി
ഇപ്പോഴും വേറെ കാര്യം പറയാം, എന്നെ സംബന്ധിച്ച് എനിക്ക് ഏഷ്യാനെറ്റ് വാർത്ത കാണുന്ന തൃപ്തി. കാരണം അത് പ്രൊഫഷണലാണ്. അതിൽ ബഹളം വെച്ച് കാളി കളിച്ചിട്ടൊന്നും ഏഷ്യാനെറ്റ് അതിൻ്റെ ഐഡൻറ്റിറ്റി വിട്ട് ഏഷ്യാനെറ്റ് വാർത്തയൊന്നും ചെയ്യത്തില്ല. അത് ഈ BJPക്ക് എതിരായിട്ടുള്ള വാർത്തയാണെങ്കിൽ പോലും അത് അവർ പ്രസൻറ്റ് ചെയ്യുന്നതിന് ഒരു കുലീനത്വമുണ്ട്, ഒരാഠ്യത്വമുണ്ട്. അതാണൊരു റെസ്പോൺസിബിൾ മാധ്യമത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ പോകുന്ന ഏഷ്യാനെറ്റ് അഭിപ്രായ വ്യത്യാസങ്ങളുള്ളപ്പോൾ പോലും ഏഷ്യാനെറ്റിൻ്റെ ന്യൂസ് പ്രസൻറ്റേഷൻ ഈ വല്ല എണ്ണം പറഞ്ഞ് നമ്പർ 1 എന്നൊക്കെ കാണിക്കുന്ന ആളുകൾ കാണിക്കുന്ന ചന്ത നിൽക്കുന്ന പോലെയാണ് ചാനലിൽ നിൽക്കുന്നത്. അപ്പോൾ അതുപോലൊന്നുമല്ല, ഏഷ്യാനെറ്റ് കുലീനമായ വാർത്താ സംസ്കാരം പേറുന്നുണ്ട്. പക്ഷേ അവർ ബയാസ്ഡാണെന്ന് അവർ തെളിയിച്ചിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞതുപോലെ RC ഈ പറഞ്ഞതുപോലെ അതിൻ്റെ കാര്യങ്ങളിലൊന്നും ദൈനംദിനമൊന്നും ഇടപെടാൻ കഴിയില്ല, ഒരു മുതലാളിക്കും കഴിയില്ല. പക്ഷെ ഒരു പോളിസിയൊക്കെ ഉണ്ടാക്കി വെക്കാം. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ പല മാധ്യമ സ്ഥാപനങ്ങളിലും അവിടെ ജോലി ചെയ്യുന്നവർ പുറത്ത് മറ്റ് ചാനലുകളിൽ പോകാൻ പാടില്ല, ചാനലാണെങ്കിൽ മറ്റിടങ്ങളിൽ ലേഖനം എഴുതാൻ പാടില്ല എന്നൊക്കെയുള്ള വ്യവസ്ഥകളുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഈ ഏഷ്യാനെറ്റിലൊരു അനൂപ് എന്ന് പറഞ്ഞ് കഥകളൊക്കെ എഴുതിയിരുന്ന ഒരു ഏഷ്യാനെറ്റിലെ ഉണ്ടായിരുന്നു. അപ്പം സീനിയറായിട്ടുള്ളൊരു ജേർണലിസ്റ്റാണ്. അനൂപിനെ പിരിച്ചുവിട്ടു. പറഞ്ഞു കേട്ടൊരു കഥ, അനൂപ് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ ലേഖനമോ മറ്റോ എഴുതി എന്നതിൻ്റെ പേരിലാണ് അനൂപിനെ പിരിച്ചുവിട്ടതെന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ അനൂപിനെ പിരിച്ചുവിട്ടത് മാതൃഭൂമിയിൽ ഏഷ്യാനെറ്റിൽ ജോലിയിലിരിക്കെ മാതൃഭൂമിയിൽ എഴുതിയത് കൊണ്ടാണെങ്കിൽ അതിനേക്കാൾ ഗുരുതരമായ കാര്യമാണ് ഏഷ്യാനെറ്റിൻ്റെ പ്രധാനപ്പെട്ട ഒരു പദവിയിൽ ഇരുന്നിട്ട് തൻ്റെ രാഷ്ട്രീയം വ്യക്തമാക്കുമാറ്, അതും ഈ ഏഷ്യാനെറ്റിൻ്റെ ഉടമ എന്ന് എല്ലാവരും ധരിച്ചു വെച്ചിരിക്കുന്ന RCയെ പോലും രാഷ്ട്രീയമായി പ്രതിരോധത്തിലാക്കുന്ന തരത്തിൽ ഒരു ലേഖന പരമ്പര ദേശാഭിമാനിയിൽ കൊണ്ടിടുന്ന ഉണ്ണി ബാലകൃഷ്ണനെ എന്ത് ചെയ്യും? ഇതൊരു വലിയ ചോദ്യമാണ്. ഇപ്പോൾ ഈ കൗതുകം തോന്നിയ ദേശാഭിമാനിയുടെ ഈ എന്താണ് മോദിക്കെതിരെ BJP, മോദി, മതാന്ധത, ഫാസിസം, ഭരണഘടനാ മൂല്യങ്ങളെ അട്ടിമറിക്കൽ, ഇതൊക്കെ ലാക്കാക്കിക്കൊണ്ട് 11ാം വർഷത്തിലേക്ക് കിടക്കുന്ന മോദിയെക്കുറിച്ച് വിശേഷിപ്പിക്കുന്ന ഉണ്ണി ബാലകൃഷ്ണൻ്റെ ലേഖനമുണ്ടെന്ന് കവർ ചിത്രത്തിൽ ഉണ്ണി ബാലകൃഷ്ണൻ്റെ ചിത്രം കൊടുത്ത് പ്രസിദ്ധീകരിച്ചിരിക്കുന്ന കവർ ചിത്രമുണ്ടോ ദേശാഭിമാനിയുടെ? അതിൻ്റെ കളറ് പച്ചയാണ്. അപ്പോൾ ആർക്ക് വേണ്ടിയിട്ടാണ് ദേശാഭിമാനി എഴുതിയത്? പച്ചകൾക്ക് വേണ്ടി എഴുതിയൊരു കവർ സ്റ്റോറിയാണ്. പച്ചകൾക്ക് വേണ്ടി അവരെ സൂചിപ്പിക്കാൻ വേണ്ടി ഇന്ത്യ ഭരിക്കുന്ന പ്രധാനമന്ത്രിയുടെ പാർട്ടിയെ, ആ മന്ത്രിസഭയിൽ ഒരു അംഗമായിരുന്ന ആളാണ് രാജീവ് ചന്ദ്രശേഖർ. അതിൻ്റെ സംസ്ഥാന അധ്യക്ഷനെ, കേരളത്തിലെ മുഴുവൻ BJP പ്രവർത്തകരെയും ആക്ഷേപിക്കുന്ന, അവർക്കെതിരെ വർഗീയ മതവിദ്വേഷം ആരോപിക്കുന്ന ഒരു ലേഖനം ഏഷ്യാനെറ്റിൻ്റെ തലപ്പത്തിരിക്കുന്ന ഒരാൾ എഴുതാമോ എന്നൊരു ചോദ്യമുണ്ട്. ഉണ്ണി ബാലകൃഷ്ണൻ ശരിക്കും ജോലി ചെയ്യേണ്ടത് ഏഷ്യാനെറ്റിലല്ല. ഉണ്ണി ബാലകൃഷ്ണനെ ഉറപ്പായിട്ടും എത്രയും പെട്ടെന്ന് കൈരളി TV എടുക്കുകയാണ് വേണ്ടത്. അല്ലെങ്കിൽ കൈരളി TVയിലേക്ക് ജോലിക്ക് പോകാനുള്ള സാഹചര്യം ഏഷ്യാനെറ്റ് ഒരുക്കി കൊടുക്കണം. ഏഷ്യാനെറ്റിൽ ഈ ചാനൽ യുദ്ധത്തിനിടയ്ക്ക് ഉണ്ണി ബാലകൃഷ്ണൻ പെട്ടെന്ന് ഈ റിപ്പോർട്ടർ വിടാനുള്ള കാരണം എന്താ? അല്ല, അതിൻ്റെ കാരണം എന്ന് പറയുമ്പോൾ റിപ്പോർട്ടർ എന്ന് പറയുന്ന ഒരു ചാനലിൽ വരുന്നതിന് മുമ്പ് ഈ ഉണ്ണി ബാലകൃഷ്ണൻ ഒരു കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു വലിയ ജേർണലിസ്റ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അദ്ദേഹത്തിൻ്റെ വലിയ കോൺട്രിബ്യൂഷൻ കലാകുതിൽ സബ് എഡിറ്ററൊക്കെ കോൺട്രിബ്യൂഷൻ. പക്ഷേ ഈ ഏഷ്യാനെറ്റ് വന്നപ്പോൾ 3-4 എഡിറ്റേഴ്സ് ഒരേ സമയം ഇരുന്ന് വിവിധ വിഷയങ്ങളെക്കുറിച്ച് അവരുടെ വ്യത്യസ്തങ്ങളായ വ്യൂ പോയിന്റുകൾ അവതരിപ്പിക്കുമായിരുന്നു. അപ്പോൾ ഒരാൾ വ്യൂ പോയിന്റുകളല്ല, രാഷ്ട്രീയ കാഴ്ചപ്പാട്, അവരുടെ വ്യക്തിപരമായ നിലപാടാണ്. ആ വ്യക്തിപരമായ നിലപാടാകുമ്പോൾ അത് ഏറ്റുമുട്ടലിന്റെ സ്വഭാവത്തിലേക്ക് വരും. കാരണം CPM അനുകൂലിക്കുന്ന ആളുടെ എന്തായാലും കോൺഗ്രസിനെ അനുകൂലിക്കുന്ന ആൾ എതിർക്കും, അതിനെ BJP അനുകൂലിക്കുന്ന ആൾ എതിർക്കും. പക്ഷേ ഇതിനകത്ത് ബാക്കിയുള്ളവരെക്കാളൊക്കെ വസ്തുനിഷ്ഠമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ, പുള്ളി ഡൽഹിയിൽ 10-12 വർഷം ജോലി ചെയ്തുകൊണ്ട് ഈ ദേശീയ കാഴ്ചപ്പാടൊക്കെ വളരെയുണ്ട്, കൃത്യമായി അവതരിപ്പിക്കുകയും മറ്റുള്ളവർ ബഹളം വെക്കുന്നതിനപ്പുറത്തേക്ക് ആധികാരികത ഉണ്ടെന്ന് തോന്നിപ്പിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇയാൾ പച്ച കള്ളങ്ങൾ പറഞ്ഞിട്ടുണ്ട് മേ ബി. പക്ഷേ റിപ്പോർട്ടർ ചാനൽ മറ്റുള്ളവരെക്കാൾ കുറച്ചുകൂടി ആധികാരികത വന്നത് ഉണ്ണി ബാലകൃഷ്ണൻ്റെ റിപ്പോർട്ടും അദ്ദേഹം പറയുന്ന വാക്കുകളുമായിരുന്നു. ഇപ്പോൾ 2024 BJP സർക്കാർ തന്നെ അധികാരത്തിൽ വരും, അല്ലെങ്കിൽ BJP സീറ്റുകളുടെ എണ്ണം ഇങ്ങനെ കുറയുമെന്നൊക്കെ പറയുമ്പോൾ അതാണ് ഏതാണ്ട് അടുത്ത് വന്നൊരു കാര്യം. അതോടുകൂടി അദ്ദേഹത്തിന് വിശ്വാസ്യത വർദ്ധിപ്പിച്ചു. ഇപ്പം റിപ്പോർട്ടറിൽ നിന്ന് അടർത്തി മാറ്റുന്നതിന് ഒരു കാരണം എന്ന് പറയുന്നത് ഈ റിപ്പോർട്ടറിൻ്റെ വിശ്വാസ്യതയെ തകർക്കുക എന്നൊരു അജണ്ടയും കൂടെ നമുക്ക് അങ്ങനെ കണ്ടുകൂടെ. അല്ലാതെ ഒരു മികച്ച ആളിനെ കൊണ്ടുവന്ന് ഏഷ്യാനെറ്റിനെ വളർത്തുക എന്നതിനപ്പുറത്തേക്ക് വളർന്നു വരുന്ന ഒരു സ്ഥാപനത്തെ തകർക്കാനും ഒരാളെ അടർത്തി മാറ്റിക്കൊണ്ട് സാധിക്കില്ലേ? പക്ഷേ ഇയാൾ എടുക്കുന്ന നിലപാടുകൾ ഇപ്പോൾ രാഷ്ട്രീയമായി ഏഷ്യാനെറ്റിൽ ഇപ്പോൾ ഉണ്ണി ബാലകൃഷ്ണൻ്റെ റിപ്പോർട്ടറിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന
നഗ്നമായ മോദി വിരുദ്ധത, അന്ധമായ മോദി വിരുദ്ധത, അന്ധമായ BJP വിരുദ്ധത, അന്ധമായ ഹിന്ദു വിരുദ്ധത ഇയാൾ റിപ്പോർട്ട് ഏഷ്യാനെറ്റിൽ കൊണ്ടു നടന്നാൽ ഏഷ്യാനെറ്റിനെ അത് വല്ലാതെ ബാധിക്കില്ലേ? പ്രത്യേകിച്ച് രാജീവ് ചന്ദ്രശേഖർ കേരളത്തിലെ BJP അധ്യക്ഷനായിട്ടിരിക്കുമ്പോൾ അതിന് സ്ക്രീനിൽ അവസരം കൊടുത്തില്ലല്ലോ. ഇന്ന് വരെ ഇപ്പം നമ്മൾ ഏഷ്യാനെറ്റിലേക്ക് വന്നു എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് ഉണ്ണി ബാലകൃഷ്ണൻ ഏഷ്യാനെറ്റിൽ നിന്ന് എന്തെങ്കിലും ഒരു പരിപാടി അവതരിപ്പിക്കുന്നോ അത്തരത്തിൽ റിപ്പോർട്ടറിൽ അവതരിപ്പിച്ചതുപോലെ ഒരു നിലപാട് സ്വീകരിക്കുന്നോ കാണില്ല. അപ്പോൾ സ്ക്രീൻ സ്പേസ് കൊടുത്തില്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കാൻ കഴിയില്ല. അപ്പോൾ ഒരാളെ തളർത്താനും അത് ഉപയോഗിക്കാമെന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് അല്പോ ഏഷ്യാനെറ്റിലേക്ക് വന്നിട്ടും തൻ്റെ സ്ഥിരം അജണ്ട നടപ്പാക്കാൻ രാജീവ് ചന്ദ്രശേഖർ സമ്മതിക്കാത്തതിന്റെ പക വിട്ടതാണോ? അങ്ങനെയും ചിന്തിക്കാം. അപ്പോൾ രാജീവ് ചന്ദ്രശേഖറിന് ഒരു പണി കൊടുക്കണം. അതെ, എനിക്ക് അവിടെ പറ്റുന്നില്ല, എനിക്ക് സ്പേസ് തന്നില്ലെങ്കിൽ എനിക്ക് ഇപ്പുറത്തൂടെ ചെയ്യാം. ഒരു പക്ഷേ അദ്ദേഹം ജോലിക്ക് വരുമ്പോൾ തന്നെ വേണമെങ്കിൽ അങ്ങനെ ഡിമാൻഡ് വെക്കാമല്ലോ, എനിക്ക് ലേഖനങ്ങൾ എഴുതാനുള്ള അവസരം തരണമെന്ന് ഒരു മാനേജ്മെന്റിന്റെ മുതലാളിയോട് ആവശ്യപ്പെട്ടാൽ ഒരു പക്ഷേ അത് അംഗീകരിക്കാം. കാരണം നമുക്ക് അത്തരം ലേഖനങ്ങൾ എഴുതുമ്പോൾ ആ ലേഖനങ്ങൾ എഴുതുന്നത് ആ മുതലാളിക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിലായാലോ അത് ബുദ്ധിമുട്ടാകും. അപ്പോൾ പിന്നെ വീണ്ടും ഇവിടെ ഒരു ക്ലാഷ് ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയുണ്ട്. കാരണം ഇപ്പം നമുക്കറിയില്ല, ഇപ്പോൾ റിപ്പോർട്ടർ ചാനലിൽ 3-4 പേരിരുന്ന് ഈ ബഹളം വെക്കുമ്പോൾ അതിൽ ഉണ്ണി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന ഒരാളുടെ ഒരു അസാന്നിധ്യം വ്യക്തമാകുന്നുണ്ട്. കാരണം ഈ മറ്റേരൊക്കെ പറയുന്നതൊക്കെ വെറും കാര്യമൊന്നുമില്ല, വെറുതെ വേറെ ബഹളമാണെന്നുള്ളൊരു തോന്നലുണ്ട്. ആ വ്യക്തിയെ അല്ലെ വിശ്വാസ്യതയുള്ള ഒരു വ്യക്തിയെ അടർത്തി മാറ്റി ഏഷ്യാനെറ്റ് അവരുടെ ആ ഒരു 2ാം സ്ഥാനത്തേക്ക് വന്നല്ലോ, അത് തിരിച്ചു പിടിക്കാൻ വേണ്ടി ഒന്ന് റിപ്പോർട്ടറിനെ തകർത്താൻ ശ്രമിക്കുന്നു. അപ്പോൾ ജോലി ചെയ്യാതെ വേണമെങ്കിൽ ഒരു സ്ഥാപനത്തിൽ ഒരാളെ പൂർണ്ണമായിട്ട് ഇരുത്താവുന്ന തന്ത്രമൊക്കെ ചാനലുകൾ നടത്തും. ഇത് ആദ്യമായിട്ടല്ല, പല ചാനലുകളും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലൊരു പോസ്റ്റ് ഇരിക്കുമ്പോൾ ഇപ്പം അതായത് പണ്ട് മലയാള മനോരമ പത്രത്തെ കുറിച്ച് കേട്ടിട്ടുണ്ട്. മറ്റു പത്രങ്ങളിൽ ഭയങ്കരമായിട്ട് ഷൈൻ ചെയ്ത് നിൽക്കുന്ന റിപ്പോർട്ടർമാരുണ്ടല്ലോ, അവരെ മനോരമ എങ്ങ് വിളിക്കും. വിളിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അവരെ കൊണ്ട് ഒരൊറ്റ സാധനം എഴുതിക്കത്തില്ല, അവനെ ഡെസ്കിൽ ഏതെങ്കിലും പിടിച്ചു അപ്രധാന പോസ്റ്റ് കൊണ്ടിരുത്തും അല്ലേ. അപ്പോൾ ഡെസ്കിൽ എഴുതാൻ പിന്നെ അറിയത്തോലുമില്ല, അവന്റെ കാശ് കൂടുതൽ കിട്ടും. അവൻ വിചാരിക്കും പൈസ കിട്ടുന്നുണ്ടല്ലോ, പിന്നെ അടങ്ങി ഒതുങ്ങി പണിയെടുക്കാന്ന് കരുതും അല്ലേ. അപ്പോൾ അത്തരത്തിലൊരു തന്ത്രമായിട്ട് എനിക്ക് കരുതാനുള്ളൂ. പക്ഷേ എന്തായാലും ഉണ്ണി ബാലകൃഷ്ണൻ ദേശാഭിമാനി വാരികയിൽ എന്തെങ്കിലും എഴുതാനല്ലേ, ദേശാഭിമാനി വാരിക എഴുതിയാൽ പിന്നെ ലോകത്താരും വായിക്കത്തൊന്നും ഇല്ല. പക്ഷേ എങ്കിലും ഈ ഉണ്ണി ബാലകൃഷ്ണൻ എന്താണ് ചെയ്തതെന്ന്, അതുകൊണ്ടാണല്ലോ കവർ ഫോട്ടോ കൊടുക്കുന്നത്. അതൊരു വലിയ തന്ത്രമല്ലേ. അത് ചിലപ്പോൾ 1 തവണയോ 2 തവണയോ ഉണ്ടാവും. അല്ല, നമ്മൾ പോലും ഇത് വായിച്ചിട്ടില്ല. ഉണ്ണി ബാലകൃഷ്ണൻ എഴുതുന്നത് എന്താണ് നമ്മൾ വായിച്ചിട്ടില്ല, കാരണം ദേശാഭിമാനി കിട്ടാനില്ല. അപ്പോൾ എന്തായാലും സ്വാഭാവികമായിട്ടും ഈ ഒരു തന്ത്രം CPM-ന്റെ ഒരു അജണ്ടയായിരിക്കും അല്ലേ. അതിലേക്ക് രാജീവ് ചന്ദ്രശേഖരനെ ഒന്ന് വിഷമത്തിലാക്കാൻ വേണ്ടി CPM കളിച്ച കളിയാണ്, അല്ലെങ്കിൽ CPM-ന് വേണ്ടി ഉണ്ണി ബാലകൃഷ്ണൻ കളിച്ച കളിയാണ്. കാരണം ഉണ്ണി ബാലകൃഷ്ണൻ സംഭവിക്കാൻ പോകുന്നത് കൈരളി TV-യുടെ പ്രധാനപ്പെട്ട ഒരു പോസ്റ്റിലേക്ക്, അതിൻ്റെ തലപ്പത്തേക്ക് ഉണ്ണി ബാലകൃഷ്ണൻ പോവുകയാണ്. അപ്പോൾ പോകുന്ന ഒരു ഡാമേജ്, പരമാവധി ഡാമേജ് ഏഷ്യാനെറ്റും രാജീവ് ചന്ദ്രശേഖരനും ഒരു പ്രതിസന്ധി ഉണ്ടാക്കുക. ഇപ്പോൾ കേരളത്തിൽ വളരെ പെട്ടെന്ന് രാജീവ് ചന്ദ്രശേഖർ ഇങ്ങോട്ട് വരുമ്പോൾ രാജീവ് ചന്ദ്രശേഖറിന് വലിയ സ്വീകാര്യതയൊന്നും കിട്ടത്തില്ല എന്നൊക്കെ വിശ്വസിച്ച കുറേ ആളുണ്ട്. അങ്ങനെയൊന്നുമില്ല, വളരെ പെട്ടെന്ന് അദ്ദേഹം കേരളത്തിൽ വളരെ സ്വീകാര്യനായി. ഗ്രാസ് റൂട്ട് ലെവലിലേക്ക് വരെ അദ്ദേഹത്തിൻ്റെ സ്വാധീനം വന്നു. ആളുകൾക്ക് BJP പ്രവർത്തകർക്ക് വലിയ ആവേശമുണ്ടായി. BJPക്ക് വലിയ കാര്യങ്ങൾ BJPക്ക് നേടിയെടുക്കാൻ രാജീവ് ചന്ദ്രശേഖരൻ്റെ നേതൃത്വം സഹായിക്കുമെന്നുള്ള ഒരു ഇമേജ് വന്നു. അങ്ങനെ നിൽക്കുമ്പോൾ ഈ ആളുകൾക്കിടയിൽ BJPക്ക് അനുകൂലമായി ചിന്തിക്കുന്ന പ്രോ ഹിന്ദു മൈൻഡഡ് ആയിട്ടുള്ള ആളുകൾക്കിടയിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുക. ഈ ഉണ്ണി ബാലകൃഷ്ണൻ്റെ ശ്രമം അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാക്കി RCക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുക എന്ന് തന്നെ ആയിരിക്കണം. അതെ അതെ, പക്വമായിട്ടാണ് പല തീരുമാനങ്ങളും എടുക്കുന്നത്. അനാവശ്യമായ വിവാദങ്ങളിൽ വന്ന് പെടുന്നില്ല. അതെ അതെ, നമ്മുടെ രാഷ്ട്രീയക്കാരിൽ എനിക്ക് തോന്നുന്നു എന്തുകൊണ്ടും ഈ ഒറ്റക്കൊമ്പം നിൽക്കുന്ന പോലെ നിൽക്കുന്ന ഒരു രാഷ്ട്രീയക്കാരനായിട്ട് RC മാറിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ശബ്ദം ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കാമ്പുള്ള വാക്കുകളാണ്. അദ്ദേഹത്തിന് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാം. കേരളത്തിലെ ഒരൊറ്റ രാഷ്ട്രീയ നേതാവിനും പുള്ളിയുടെ ചേച്ചറില്ല. വികസനത്തെക്കുറിച്ച് പറയുമ്പോൾ വികസനം ഒന്ന് വായ്ത്താരി ഇടാനല്ലാതെ വികസനത്തിൻ്റെ വഴിയിലൂടെ കടന്നു വന്ന് അതിൻ്റെ അനുഭവ സമ്പത്തുള്ള ആളാണ്. ഇപ്പോൾ IT രംഗത്താണെങ്കിലും ഏത് രംഗത്തും ഒരു നേരത്തെ പറഞ്ഞ പോലെ രാജീവ് ചന്ദ്രശേഖറിൻ്റെ അധിഷ്ഠിതമായ ഒരു അനുഭവജ്ഞാനം ഇവിടെ ആർക്കുമില്ല. അത് വലിയ പ്രതീക്ഷയോടെ കേരളത്തിലെ ചെറുപ്പക്കാർ സമൂഹം കാണുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് വീണ്ടും ഒരു പ്രതിസന്ധിയിലാക്കാനായിരിക്കാം ഉണ്ണി ബാലകൃഷ്ണൻ്റെ തന്ത്രം എന്ന് തോന്നുന്നു. ഏതായാലും നമുക്ക് കാത്തിരിക്കാം. ഉണ്ണി ബാലകൃഷ്ണൻ ഏഷ്യാനെറ്റിൽ തുടരുമോ അതോ കൈരളിയുടെ തലപ്പത്തേക്ക് പോകുമോ എന്ന് നമുക്ക് ഉടനെ അറിയാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.